ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും സമാദരണീയരായ വിശിഷ്ടാതിഥികൾ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മുടെ രാജ്യം ഏറ്റവും അപകടകരമായ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തെ മറ്റനേകം രാഷ്ട്രങ്ങളിൽ നിന്ന് ഇന്ത്യയെ വ്യത്യസ്തമാക്കുന്ന ഘടകം അത് ഈ രാജ്യത്തെ ജനങ്ങളുമായി ഏറ്റവും ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതാണ്. ഈ രാജ്യത്തെ പല കോടി മനുഷ്യരുടെ ആവശ്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ആ ജനങ്ങളുടെ പക്ഷത്ത് ചേർന്നുകൊണ്ട് ഭരണവും മറ്റിതര വ്യവസ്ഥകളും എല്ലാം നടത്തുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇതിന് ഘടകവിരുദ്ധമായിട്ടാണ് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി നാം വാർത്താ മാധ്യമങ്ങളിൽ നിന്ന് കണ്ടും കേട്ടും അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്ത് സംഭവിക്കുന്നത്? പ്രത്യേകിച്ചും ഇന്നത്തെ ദിവസത്തിന് വലിയ പ്രസക്തിയുണ്ട്. 1950 ജനുവരി 26 ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യക്ക് ഔദ്യോഗികമായി ഭരണഘടന അംഗീകരിക്കുകയാണ്. ഈ രാജ്യത്ത് ഭരിക്കുന്നത് ഈ രാജ്യത്തെ ജനങ്ങളാണ് എന്നാണ് നാം വിശ്വസിച്ചു പോരുന്നത്. എന്നാൽ ഈ രാജ്യത്തെ ജനങ്ങളുടെ ശബ്ദം അത് പാർലമെന്റുകളിലാണ് മുഴങ്ങി കേൾക്കുന്നത്. നാം വോട്ടായി നമ്മുടെ അഭിപ്രായങ്ങളെ രേഖപ്പെടുത്തുകയും നാം പാർലമെന്റ് മന്ദിരങ്ങളിലേക്ക് പ്രതിനിധികളെ അയക്കുകയും ചെയ്യുന്നു. ആ പ്രതിനിധികൾ അവിടെ പറയുന്ന അഭിപ്രായങ്ങൾ അവർ പ്രതിനിധീകരിക്കപ്പെടുന്ന ജനങ്ങളുടെ കൂടെ അഭിപ്രായമാണ്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം പത്രമാധ്യമങ്ങളിൽ നിന്ന് അറിയുകയുണ്ടായി, ശീതകാല സമ്മേളന കാലയളവിലേക്ക് 141 എംപിമാരെ മാറ്റി നിർത്തപ്പെടുകയാണ്, പുറത്താക്കപ്പെടുകയാണ്. എന്താണ് അവർക്ക് പുറത്താക്കാൻ അവർ നികത്തുന്ന കാര്യം? എന്താണ് സ്പീക്കർ വ്യക്തമാക്കുന്നത്? അവർ രാജ്യത്തെ ഭരണകൂടത്തിനെതിരെ ശബ്ദിച്ചു എന്നുള്ളതാണ്. പാർലമെന്റിൽ നടന്ന സുരക്ഷാ വീഴ്ചയെ ചോദ്യം ചെയ്തു എന്നുള്ളതാണ്. പുതിയ പാർലമെന്റ് മന്ദിരത്തിലേക്ക് വലിയ പ്രതാപവും വലിയ മതപരമായ ആചാരങ്ങളൊക്കെ നടത്തി വിവാദത്തിന്റെ ഉച്ചൂടിൽ നിൽക്കുന്ന ആ പാർലമെന്റ് മന്ദിരത്തിലേക്ക് 4 പേർ അതിക്രമിച്ചു കയറുകയും അവിടെ സ്മോക്ക് സ്ഫോടനം നടത്തുകയും ചെയ്തു. ആ വലിയ സുരക്ഷാ വീഴ്ച കാരണം ഈ രാജ്യത്തെ ഒരുപാട് മനുഷ്യരുടെ ചോദ്യമായിരുന്നു പ്രതിപക്ഷം ചോദിച്ചത്. തങ്ങൾക്ക് വരുന്ന ആരോപണങ്ങളെ അടിച്ചമർത്തപ്പെടുത്തിക്കൊണ്ട് അവർ ഒരു സ്വേച്ഛാധിപത്യ സംവിധാനങ്ങളിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഈ രാജ്യത്തെ ജനങ്ങളുടെ ശബ്ദമാണ് പ്രതിപക്ഷവും ഭരണപക്ഷവും. ഈ എതിർ ശബ്ദങ്ങളെ ഇല്ലായ്മ ചെയ്തുകൊണ്ടാണ് കഴിഞ്ഞ കാലങ്ങൾ അത്രയും ഫാഷിസം മുന്നേറ്റം നടത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ പാർലമെന്റിൽ പുതിയ വ്യവസ്ഥകൾ കൊണ്ടുവരുന്നു, പുതിയ സിസ്റ്റങ്ങൾ കൊണ്ടുവരുന്നു. ആ സിസ്റ്റങ്ങളിലൂടെ ഇല്ലാതാക്കുന്നത് കഴിഞ്ഞ കുറെ കാലങ്ങളിലായി പാർലമെന്റിന്റെ ചരിത്രത്തെ തന്നെ മാറ്റപ്പെടുത്തുകയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, എല്ലാ മേഖലയിലും കാവ്യവൽക്കരിക്കപ്പെടുന്നതിന്റെ ഭാഗമായി ചിലരുടെ ഹിഡൻ അജണ്ടകൾക്ക് മാത്രമുള്ള ഒരു വേദിയായി പാർലമെന്റ് മാറുകയാണ്. ഈ രാജ്യത്തെ ജനങ്ങളുടെ ശബ്ദമായി എന്നും മുഴങ്ങി കേൾക്കേണ്ട പാർലമെന്റിൽ ഇന്നും വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും സംസാരങ്ങൾ മാത്രമാണ്. ഒരു വിഭാഗത്തിനെ അനുകൂലിച്ചുകൊണ്ട് മാത്രമാണ് പാർലമെന്റിലെ ഓരോ സംഗതികളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിലും ഏറ്റവും വലിയ പ്രാധാന്യം അർഹിക്കുന്ന വിഷയം, നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് അവരുടെ അഭിപ്രായങ്ങൾ പാർലമെന്റിൽ പ്രതിനിധികളിലൂടെ പുറത്തു വരുമ്പോൾ അവർക്ക് എല്ലാ പ്രയോഗങ്ങളും പ്രയോഗിക്കാൻ പോലും സാധിക്കുന്നില്ല എന്നുള്ളതാണ്. സ്വേച്ഛാധിപതി എന്നും അഴിമതി എന്നൊക്കെ പറയുന്ന ഒരുപാട് പ്രയോഗങ്ങളെ അൺപാർലമെന്റ് വേർഡ്സായി പ്രഖ്യാപിക്കുന്നതിലൂടെ അവരെ അതിന് തുടർ നടപടികൾ സ്വീകരിക്കുന്നതിലൂടെ ഭരണപക്ഷം ഒരു ഏകാധികാര അല്ലെങ്കിൽ സ്വേച്ഛാധിപത്യപരമായ സമീപനങ്ങളാണ്. അത് കഴിഞ്ഞ കുറെ കാലങ്ങൾക്കായി രാജ്യത്തിന് പരിചയമുണ്ട്. കാരണം ഇറ്റലിയിലും ജർമ്മനിയിലൊക്കെ നാം അത് കണ്ടിട്ടുണ്ട്. ഹിറ്റ്ലറിലൂടെയും മുസോളിനിയിലൂടെയും നാം അത് അനുഭവിച്ചിട്ടുണ്ട്. എന്തായിരുന്നു അവർ ആദ്യകാലങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്നത്? അവർ തങ്ങൾക്കെതിരെ സംസാരിക്കുന്ന ശബ്ദങ്ങളെ ഇല്ലായ്മ ചെയ്യുകയായിരുന്നു. തങ്ങൾക്കെതിരെ ഒച്ചവെക്കുന്ന സമാധാനവാദികളെ അടിച്ചമർത്തുകയായിരുന്നു. ഇതേ രീതിയിലാണ് നമ്മുടെ പാർലമെന്റ് സംവിധാനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ആശയം ജനാധിപത്യമാണ്, മതീതരത്വമാണ്. അതിനെ ഘടകവിരുദ്ധമായി പോകുന്ന ഇത്തരത്തിലുള്ള സമീപനങ്ങളെ ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു. അതിന് ശക്തമായ ആശയ പ്രചരണങ്ങൾ ആവശ്യമാണ്. ഭരണകൂടത്തിനെതിരെ പാർശ്വവൽക്കരിക്കപ്പെടുന്ന ജനവിഭാഗങ്ങൾക്ക് നേരെ ആക്രോശങ്ങളുമായി ഇറങ്ങി പുറപ്പെടുന്ന ആൾക്കൂട്ടങ്ങൾ ഇന്ത്യയുടെ ഏതു ഭാഗത്തും വളരെ സ്വാഭാവികമെന്ന രീതിയിൽ
രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം ആശയപരമായി സൈദ്ധാന്തികമായി പിൻബലം നൽകാൻ ഭരണകൂടങ്ങൾ ആവത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഭരണകൂടത്തിന്റെ നെറികേടുകൾക്കെതിരെ പാർലമെന്റിനകത്തും പുറത്തും ശബ്ദിക്കേണ്ടത് നമ്മുടെ കൂടെ അല്ലെങ്കിൽ ജനാധിപത്യ വിശ്വാസികളുടെ കൂടെ ഉത്തരവാദിത്തമാണ് എന്ന് ഓർമ്മപ്പെടുത്തി വാക്കുകൾക്ക് വിടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല.